സമീർ, ഇപ്പോഴും ഈ കപ്പലിലെ തീപിടുത്തം അത് പൂർണ്ണമായി നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടില്ല. 4 പേർക്കായുള്ള തെരച്ചിൽ തുടരുകയാണ്. പുതുതായി ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ് സമീർ സി മുഹമ്മദ്? ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന, റീജിത്ത്. വലിയ രീതിയിലുള്ള രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ആശങ്കപ്പെടുത്തുന്ന കാര്യം. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള വലിയ രീതിയിലുള്ള രക്ഷാപ്രവർത്തനവുമായിക്കൊണ്ട് കോസ്റ്റ് ഗാർഡും അതുപോലെ തന്നെ നാവികസേനയും മുന്നോട്ട് പോകുന്നു. കോസ്റ്റ് ഗാർഡിൻ്റെ 6 ഷിപ്പുകളാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. അതുപോലെ നാവികസേനയുടെ INS സൂറത്ത് ഉൾപ്പെടെയുള്ള കപ്പലുകളും അവിടേക്ക് എത്തിക്കൊണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള രക്ഷാപ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നു. തീ പൂർണ്ണമായും വിധേയമാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ വളരെ അരികിലെത്തിക്കൊണ്ടുള്ള ഒരു രക്ഷാപ്രവർത്തനം അസാധ്യമാണ്. മാത്രമല്ല അതിൽ കത്താനുള്ള സാധ്യതയുള്ള വസ്തുക്കളുണ്ട്. അതുപോലെ തന്നെ തീപിടുത്തത്തിന് ഒപ്പം തന്നെ വലിയ രീതിയിലുള്ള സ്ഫോടനത്തിനുള്ള സാധ്യത കൂടി കാണുന്നു. അതുകൊണ്ട് തന്നെ വളരെ അടുത്ത് ചെന്നുകൊണ്ടുള്ള ഒരു രക്ഷാപ്രവർത്തനം ഇപ്പോഴും അസാധ്യമായിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. മാത്രമല്ല വെള്ളത്തിൽ വീണാൽ പോലും കത്തുന്ന സാഹചര്യമുണ്ട്. അത്തരത്തിലുള്ള രാസവസ്തുക്കൾ ഉൾപ്പെടുന്നതാണ് ഈ കണ്ടെയ്നറുകൾ എന്നാണ് ലഭ്യമാകുന്ന വിവരം. അതുകൊണ്ട് തന്നെ വിവിധ കാറ്റഗറിയിൽപ്പെടുന്ന ഇത്തരം കണ്ടെയ്നറുകളുടെ അടുത്തേക്ക് പോയിക്കൊണ്ടുള്ള ഒരു രക്ഷാപ്രവർത്തനം അസാധ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും അത് പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമായിക്കൊണ്ട് അത്തരത്തിലുള്ള ഒരു രക്ഷാപ്രവർത്തനത്തിലേക്ക് അടുത്തെത്തിക്കൊണ്ടുള്ള ഒരു രക്ഷാപ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയാത്തത്. ഏതായാലും അതുമായി ബന്ധപ്പെട്ടുള്ള രക്ഷാപ്രവർത്തന പ്രവർത്തികളെല്ലാം തന്നെ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് 18 പേരെ ഇന്നലെ മംഗലാപുരത്ത് എത്തിക്കാൻ കഴിഞ്ഞത്. അതിൽ 4 പേരുടെ നില പുക ശ്വസിച്ചതുകൊണ്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. മറ്റ് 2 പേരുടെ നിലയാണ് അതീവ ഗുരുതരമായി തുടരുന്നത്. അവർ ഇപ്പോൾ ആശുപത്രിയിൽ തന്നെ ചികിത്സയിൽ തുടരുകയുമാണ്. ഇനി 4 പേരെയാണ് കണ്ടെത്താനുള്ളത്. അവർക്കായുള്ള എയർക്രാഫ്റ്റിൻ്റെ സഹായത്തോടു കൂടിയുള്ള തിരച്ചിൽ തുടരുകയുമാണ്. ഇത്രയേറെ സമയമായിരിക്കുന്നു അവരെ കാണാതായിട്ട്. അതിൻ്റെ ഒരു ആശങ്കയുണ്ട്. നിലവിൽ അവർ കപ്പലിലുണ്ടോ എന്ന് പോലും ഒരു വ്യക്തത വരുത്താൻ കഴിഞ്ഞിട്ടില്ല. ഒരുപക്ഷെ അവർ കടലിൽ ചാടിയതിനു ശേഷം കടലിൽ ചാടിയിട്ടുണ്ടാവാം. അങ്ങനെ അവർ തേയിലപ്പെടുകയോ മറ്റോ ചെയ്തിട്ടുണ്ടാവാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. അത്തരമൊരു സാഹചര്യത്തിലാണ് ഈ തീരമേഖല കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള മുന്നറിയിപ്പുകൾ നൽകിയിരിക്കുന്നു. ഇപ്പോൾ കോഴിക്കോട് ജില്ലയിലാണെങ്കിൽ ഈ ജില്ലയിൽ ഉൾപ്പെടെ അതുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങളാണ് ജില്ലാ ഭരണകൂടം നൽകിയിരിക്കുന്നത്. പ്രത്യേകിച്ചും തീരമേഖലയോട് ചേർന്ന് കിടക്കുന്ന പോലീസ് സ്റ്റേഷനുകളിലൊക്കെ അതുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഫയർഫോഴ്സിനും അതുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അത്തരത്തിലുള്ള തിരച്ചിൽ അവരുടെ ഭാഗത്തുനിന്ന് കൂടി നടക്കുന്നുമുണ്ട്. ഏതായാലും ഈ 4 പേരെ കൂടെ കണ്ടെത്താൻ ഉണ്ട്. അവർക്കായുള്ള തിരച്ചിലും ഇപ്പോൾ കോസ്റ്റ് ഗാർഡിൻ്റെയും അതുപോലെ തന്നെ നാവികസേനയുടെയും ഭാഗത്തുനിന്ന് നടന്നു വരുന്നു. കൂടാതെ തദ്ദേശീയമായിക്കൊണ്ട് പോലീസിൻ്റെയും അതുപോലെ തന്നെ ഫയർഫോഴ്സിൻ്റെയും ഒക്കെ സാന്നിധ്യത്തിൽ അത്തരത്തിലുള്ള തിരച്ചിലുകളും ആരംഭിച്ചിട്ടുണ്ട്. റിജിത്ത്, ക്രിസ്റ്റീന. കാണാതായ ജീവനക്കാർക്കായുള്ള തിരച്ചിൽ തുടരുകയാണ്. അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് സമീർ സി മുഹമ്മദ് കോഴിക്കോട് നിന്ന് നൽകിയത്. ശ്യാംകുമാർ കൂടി ചേരുകയാണ് കൊച്ചിയിൽ നിന്ന്. ശ്യാം, ഗുഡ് മോർണിംഗ്. നമുക്ക് അത്ര പരിചിതമില്ലാത്ത ഒരു ദുരന്തമാണ്. അതുകൊണ്ട് തന്നെ പരിചിതമല്ലാത്ത ദുരന്ത ലഘൂകരണ പ്രവർത്തനങ്ങളിലേക്ക് നമുക്ക് പോകേണ്ടതായിട്ടുണ്ട്. 2 ആഴ്ചയ്ക്കുള്ളിൽ 2 കപ്പലപകടങ്ങൾ. അപ്പോൾ ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ്? ഏത് തരത്തിലാണ് നമ്മൾ ഈ ദുരന്ത ലഘൂകരണ പ്രവർത്തനങ്ങളിലേക്ക് പോകുന്നത്? ഗുഡ് മോർണിംഗ്. ഇതിൽ നേവിയും കോസ്റ്റ് ഗാർഡും പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കപ്പലിലെ തീയണയ്ക്കാനുള്ള ശ്രമങ്ങൾക്ക് തിരിച്ചടിയാകുന്നത് കണ്ടെയ്നറുകളിലെ തീപിടിക്കുന്ന രാസവസ്തുക്കളാണ് എന്നുള്ളതാണ്. അതായത് കണ്ടെയ്നറുകൾ ഇടയ്ക്കിടെ പൊട്ടിത്തെറിക്കുന്നുണ്ട് എന്നുള്ള വിവരമാണ് 2 ഏജൻസികളും പങ്കുവെക്കുന്നത്. ഇതാണ് അടുത്ത് എന്ന് അഗ്നിരക്ഷാ പ്രവർത്തനം നടത്താൻ കോസ്റ്റ് ഗാർഡിനും നേവിക്കും സാധിക്കാത്തതിന്റെ പ്രധാന കാരണം എന്നാണ് ഇന്നലെ രാത്രി വരെ അവർ പങ്കുവച്ച വിവരം. കപ്പലിന്റെ എല്ലാ ഭാഗത്തും തീ പടർന്നിട്ടുണ്ട് എന്ന വിവരവും അവർ പങ്കുവെക്കുന്നുണ്ട്. അന്തരീക്ഷ വായുവുമായി കലർന്നാൽ എളുപ്പത്തിൽ തീപിടിക്കുന്ന രാസവസ്തുക്കൾ കപ്പലിലുണ്ട്, അത് കണ്ടെയ്നറിലുണ്ട് എന്നുള്ളതല്ലാതെ അത് ഏതാണ് എന്ന് ഇതുവരെ തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല. ഏതായാലും നേരത്തെ തന്നെ ഈ വിദഗ്ധർ ഇന്നലെ കൊച്ചിയിൽ പറയുന്ന ഒരു സാഹചര്യം പ്രകാരം തീപിടിക്കാൻ സാധ്യതയുള്ള സൾഫർ ഉൾപ്പെടെയുള്ള വസ്തുക്കൾ ഈ കപ്പലിൽ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ കപ്പലിൽ നേരത്തെ തന്നെ കപ്പലിന്റെ തൊട്ടടുത്തുകൂടി പോകരുത്, കൃത്യമായ അകലം പാലിക്കണമെന്ന് പറയുകയും ക്ലാസ് 3, ക്ലാസ് 4.1, 4.2, 6.1 എന്നീ വിഭാഗങ്ങളിലുള്ള വസ്തുക്കൾ ഉണ്ട് എന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തത്. ഇതെല്ലാം തീപിടിക്കാനുള്ള സൾഫർ, അലൂമിനിയം പൊടികളുള്ള വസ്തുക്കളാണ് എന്നാണ് ഈ വിദഗ്ധർ നൽകുന്ന കാര്യം. ഏതായാലും ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗിന്റെ നിർദ്ദേശപ്രകാരം ഡച്ച്, അതായത് നെതർലൻഡ്സിൽ നിന്നുള്ള ഒരു കമ്പനി കൂടി രക്ഷാപ്രവർത്തനത്തിന് എത്തുന്നുണ്ട്. അത് കടലിലേക്ക് രാസവസ്തുക്കളും എണ്ണയും പടരുന്നത് തടയുക എന്നുള്ള ലക്ഷ്യമാണ് അവർക്കും ഉള്ളത്. ആ സംഘം ഇന്ന് എത്തിച്ചേരുമെന്നുള്ളതാണ് ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗ് അറിയിച്ചിരിക്കുന്നത്. ഡച്ച് കമ്പനി നിയോഗിച്ച ഡച്ച് കമ്പനിയായ സ്മിത്ത് സാൽവേജിന്റെ സംഘമാണ് ഇന്ന് അടിയന്തരമായി ഇവിടെ എത്തിച്ചേരുക എന്ന് പറയുന്നു. ഇവർ ഈ രംഗത്തെ വിദഗ്ധരാണ്, ആഗോളതലത്തിലെ വിദഗ്ധരാണ് എന്നുള്ള വിവരം കൂടി ലഭിക്കുന്നുണ്ട്. ഏതായാലും തീ അണയ്ക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് രക്ഷാപ്രവർത്തനത്തിലെ വലിയ പ്രതിസന്ധി. അത് കനത്ത ചൂടും പുകയും രാസവസ്തുക്കളുടെ സാന്നിധ്യവുമാണ് കപ്പലുകൾക്ക് ഈ തീപിടിച്ച കപ്പലിന്റെ അടുത്തേക്ക് ചെല്ലാൻ സാധിക്കാത്തത് എന്ന വിവരം കൂടി നേവിയും കോസ്റ്റ് ഗാർഡും പങ്കുവെക്കുന്നുണ്ട്.
എസ് ശ്യാംകുമാർ കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. തീ പൂർണ്ണമായി നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടില്ല. രക്ഷാദൗത്യം ഇപ്പോഴും തുടരുകയാണ്. 4 ജീവനക്കാരെക്കുറിച്ച് യാതൊരു വിവരവുമില്ല. അവർക്ക് എന്തുപറ്റി എന്നത് സംബന്ധിച്ച് ഔദ്യോഗികമായി പുതിയ വിശദീകരണങ്ങളൊന്നും വന്നിട്ടില്ല. എന്തായാലും അവിടെ തെരച്ചിൽ നടക്കുന്നുണ്ടൊപ്പം തന്നെ ആ കപ്പലിലെ തീ അണയ്ക്കാനുള്ള ശ്രമം അത് സജീവമായി നടക്കുന്നു. അതിന് ഒരുപാട് വെല്ലുവിളികൾ ഈ ഘട്ടത്തിലുണ്ട്. അത് ഈ രാസവസ്തുക്കൾ കണ്ടെയ്നറുകളിലുണ്ട്. അത് പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള വെല്ലുവിളികൾ അവിടെ നിൽക്കുന്നു. തീരമേഖലകളിൽ ജാഗ്രത തുടരുന്ന നിലയുണ്ട്. അരുൺ പാറയ്ക്കൽ മംഗളൂരുവിൽ നിന്ന് ചേരുന്നുണ്ട്. അരുൺ, നേരത്തെ പറഞ്ഞതുപോലെ വളരെ കുറച്ച് ദിവസങ്ങൾക്കിടയിൽ 2 വലിയ കപ്പൽ അപകടങ്ങൾ, വലിയ ദുരന്തങ്ങൾ ഉണ്ടാകുന്നു. ഈ പശ്ചാത്തലത്തിൽ എങ്ങനെയാണ് ഇതിനെ നാവികസേനയൊക്കെ നോക്കിക്കാണുന്നത്? ഇതിൽ ഈ തീയണക്കൽ അടക്കമുള്ള കാര്യങ്ങളിലെ വെല്ലുവിളികൾ അതിനെ ഈ ഘട്ടത്തിൽ എങ്ങനെയാണ് കാണേണ്ടത് അരുൺ? റിജിത്തെ, പ്രധാനമായും ഈ തീ അണയ്ക്കാനുള്ള വെല്ലുവിളികൾ ഇന്നലെ രാത്രിയിൽ നിർത്തിവെക്കാനുള്ള കാരണം വെളിച്ചക്കുറവും അതുപോലെ തന്നെ ഈ കപ്പലിൽ നിന്ന് കണ്ടെയ്നറുകൾ പൊട്ടിത്തെറിക്കുന്ന ഒരു പ്രശ്നവുമുണ്ടായിരുന്നു. അത് വലിയ തോതിലുള്ളൊരു പ്രതിസന്ധിക്ക് കാരണമാകുന്നുണ്ട്. ഹെലികോപ്റ്ററിലൊക്കെ അടുത്തേക്ക് പോകുമ്പോഴേക്കും ഈ കണ്ടെയ്നറിൽ നിന്ന് തീ ആളിപ്പടരുന്നൊരു സാഹചര്യമുണ്ട്. അതുമാത്രമല്ല, ഈ വലിയ രീതിയിലുള്ള പുക പുറത്തേക്ക് വമിക്കുന്നുണ്ട്. ആ പുക കാരണം കാഴ്ചപരിധി ഉണ്ടാവുന്നുണ്ട്. വലിയ രീതിയിലുള്ളൊരു പ്രതിസന്ധി അങ്ങനെ നേരിടുന്നു എന്നുള്ളതാണ്. എന്തായാലും ഇന്നലെ തന്നെ 6 കപ്പൽ, കോസ്റ്റ് ഗാർഡിൻ്റെ 6 കപ്പലുകൾ ആ പ്രദേശത്ത് നിലയുറപ്പിച്ചിരുന്നു. അർദ്ധരാത്രിയിലൊക്കെ തന്നെ ഈ കപ്പലുകൾ ആ കപ്പലിൻ്റെ, അതായത് ഈ പൊട്ടിത്തെറി ഉണ്ടായ കപ്പലിന് ചുറ്റും നിലയുറപ്പിച്ചിട്ടുണ്ട്. എങ്ങനെയെങ്കിലും തീ അണയ്ക്കാനുള്ള ഒരു പരിശ്രമം ഉണ്ടായിരുന്നു. INS സത്ലജും അർദ്ധരാത്രിയോട് കൂടി തന്നെ അവിടേക്ക് എത്തി അതിൻ്റെ തയ്യാറെടുപ്പുകളൊക്കെ തന്നെ, സജ്ജീകരണങ്ങളൊക്കെ തന്നെ നടത്തിയിരുന്നു. പക്ഷേ ഒരു തരത്തിലും അടുത്തേക്ക് പോകാൻ കഴിയാത്തൊരു സാഹചര്യമാണ് ഇന്നലെ രാത്രിയൊക്കെ ഉണ്ടായത്. ഇന്ന് രാവിലെയും അതിനുള്ള ശ്രമം, ഇന്ന് പുലർച്ചെ മുതൽ തന്നെ അതിനുള്ള ശ്രമം തുടരുന്നുണ്ട്. ഈ കോസ്റ്റ് ഗാർഡിൻ്റെ കപ്പലുകളും അതുപോലെ തന്നെ INS സത്ലജുമൊക്കെ ആ ശ്രമം തുടരുന്നുണ്ട്. പക്ഷേ അതിലൊന്നും തന്നെ ഒരു ശുഭകരമായ നീക്കം അത് നടന്നിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന് കാരണം ഈ കപ്പലിൽ നിന്ന് ഈ ഒരു വസ്തുക്കൾ, അത് കപ്പലിൽ നിന്ന് കണ്ടെയ്നർ പൊട്ടിത്തെറിക്കുന്നുണ്ട്, ഒപ്പം ആളിപ്പടരുന്നൊരു സാഹചര്യമുണ്ട്. ഒരുപക്ഷെ നേരത്തെ ശ്യാമൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ കടലിൽ ഈ ഒരു എണ്ണമയമുണ്ട്. അത് കടലിലേക്ക് കൂടി തീ ആളിപ്പടരാനുള്ളൊരു സാഹചര്യം ഉണ്ടാകുമോ എന്ന ഒരു ആശങ്കയൊക്കെ തന്നെ നിലവിലുണ്ട്. എന്തായാലും ഉടൻ തന്നെ ആ കാര്യത്തിലൊക്കെ തന്നെ ഒരു ശുഭകരമായ സൂചന ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഒരു തീ അണയ്ക്കാൻ സാധിക്കുമെന്നും അറിയാൻ സാധിക്കുന്നു. നാവികസേനയും അതുപോലെ തന്നെ കോസ്റ്റ് ഗാർഡും ഒക്കെ അതിനുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ട്. ഉടൻ തന്നെ അത്തരത്തിലുള്ളൊരു ശുഭകരമായ ഒരു വിവരം നമുക്ക് പുറത്തേക്ക് ലഭിക്കുമെന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും ഈ ആശുപത്രിയിൽ കഴിയുന്നവരും അതുപോലെ തന്നെ കടലിൽ കാണാതായവരെ കുറിച്ചാണ് ഇപ്പോൾ ഏറെ ആശങ്കയുള്ളത്. അവരുടെ പേരുവിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അതിങ്ങനെയാണ്: യുബോഫോങ്, സാൻവിൻ, സൈനൽ ആബിദിൻ, ചിയാവൻ എന്നിങ്ങനെ 4 പേരെയാണ്, ഈ കപ്പൽ ജീവനക്കാരെയാണ് കടലിൽ കാണാതായത്. അവരെ കണ്ടെത്തുക എന്നതുകൂടി പ്രധാനപ്പെട്ട ദൗത്യമാണ്. ആ ദൗത്യം കൂടിയാണ് ഇന്നിപ്പോൾ പുലർച്ചെ മുതൽ ആരംഭിച്ചിരിക്കുന്നത്. അവർ കപ്പലിൽ തന്നെ ഉണ്ടോ അതോ കടലിൽ വീണിട്ടുണ്ടോ എന്ന കാര്യത്തിലൊക്കെ തന്നെ ഒരു ആശങ്ക ഇപ്പോഴും തുടരുകയാണ്. ഏതെങ്കിലും രീതിയിൽ കപ്പലിന് അടുത്തെത്താൻ സാധിച്ചാൽ മാത്രമാണ് കപ്പലിൽ അവർ ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. പക്ഷേ ഈ കണ്ടെയ്നറുകൾ പൊട്ടിത്തെറിക്കുമോ എന്നൊരു ആശങ്കയുണ്ട്. തീ ആളിപ്പടരുന്നൊരു സ്ഥിതിവിശേഷമുണ്ട്. അപ്പോൾ അതിനെയൊക്കെ മറികടന്ന് വേണം നമുക്ക് അടുത്തേക്ക് എത്താൻ. നാവികസേനയും അതുപോലെ തന്നെ കോസ്റ്റ് ഗാർഡും ഒക്കെ അടുത്തേക്ക് എത്താനുള്ള ശ്രമം ഇപ്പോഴും തുടരുകയാണ്. റിജിത്ത്, അരുൺ പാറക്കലാണ് മംഗളൂരുവിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. സമീർ സി മുഹമ്മദ് കൂടി ചേരുകയാണ് വീണ്ടും കോഴിക്കോട് നിന്ന്. സമീറെ, MSC എൽസ 3യിൽ നിന്നുള്ള കണ്ടെയ്നറുകൾ, അതിൻ്റെ കാര്യങ്ങൾ അതൊന്നും നീക്കി തുടങ്ങിയിട്ടില്ല പൂർണ്ണമായും. അത് ഈ മൺസൂൺ കഴിഞ്ഞതിന് ശേഷമാണ് അത് പൂർണ്ണമായും നീക്കാനാകുന്നതെന്ന് പറയുന്നു. അപ്പോൾ കേരള തീരം ഈ 2ാമത്തെ കപ്പൽ അപകടത്തോടുകൂടി ഒരു ദീർഘകാല പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ് എന്ന് പറയുന്നവരുണ്ട്. പാരിസ്ഥിതികമായ പ്രശ്നങ്ങൾ, മത്സ്യത്തൊഴിലാളികൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ആ രീതിയിൽ എന്തൊക്കെ ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് കേരള തീരത്ത് നൽകിയിട്ടുള്ളത്? സൂചിപ്പിച്ചതുപോലെ MSC എൽസയിൽ നിന്നുള്ള മാലിന്യങ്ങൾ, അതിൽ പുറത്തു വന്നിട്ടുള്ള വലിയ രീതിയിലുള്ള കെമിക്കൽസ് ഉൾപ്പെടെ ഉണ്ട്. അതെല്ലാം തന്നെ ഒന്ന് മാലിന്യമുക്തമാക്കാനുള്ള ശ്രമങ്ങൾ ഇതുവരെ ഒന്നും ആയിട്ടില്ല. അതിനിടയിലാണ് ഇപ്പോൾ വാൻഹായ് 503 എന്നുള്ള വലിയ ഒരു ഷിപ്പിൽ നിന്നും ഇത്തരത്തിലുള്ള പൊട്ടിത്തെറി ഉണ്ടാകുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള രാസവസ്തുക്കളൊക്കെ പുറത്തേക്ക് വരുന്ന ഒരു ഘട്ടം കൂടി ഉണ്ടാകുന്നത്. നമുക്ക് പരിചിതമില്ലാത്ത വിധത്തിലുള്ള ഒരു മാലിന്യമുക്ത സംവിധാനങ്ങൾ ഇതിനകത്ത് കൊണ്ടുവരേണ്ടതുണ്ട്. പ്രത്യേകിച്ചും നമുക്ക് കേരള തീരത്തൊന്നും ഇത്തരത്തിലുള്ള വലിയ അപകടങ്ങൾ ഇതിനു മുമ്പൊന്നും ഉണ്ടായിട്ടില്ല. ഈ തുടർച്ചയായ 2 വലിയ അപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ വലിയ ഒരു ആശങ്കയുണ്ട്. പ്രത്യേകിച്ചും
ഇനി ട്രോളിംഗ് നിരോധനത്തിൻ്റെ ഒരു പശ്ചാത്തലം കൂടി നിലനിൽക്കുന്നു. സ്വാഭാവികമായും മത്സ്യത്തൊഴിലാളികൾ വലിയ ഒരു ആശങ്കപ്പെടുന്ന ഒരു നാളുകളാണ്. അതിൽക്ക് മുമ്പ് തന്നെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാവുകയും മത്സ്യബന്ധനത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തുന്ന ഒരു ഘട്ടം ഉണ്ടാവുകയും ചെയ്തു. അത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ തന്നെ നിലനിൽക്കുന്നു. മാത്രമല്ല ചിലയിടങ്ങളിലൊക്കെ മത്സ്യം പിടിക്കുന്നതിനും അതുപോലെ അത് കിട്ടിയ മത്സ്യങ്ങൾ തന്നെ ഉപയോഗിക്കരുത് എന്നുൾപ്പെടെയുള്ള ചില സന്ദേശങ്ങൾ കൂടി പുറത്തു വന്നു. അത്തരത്തിലൊക്കെയുള്ള ആശങ്കകൾ നിലനിൽക്കുന്നു. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മത്സ്യസമ്പത്തിനെ തന്നെ ഇല്ലാതാക്കുന്ന വിധത്തിലേക്കുള്ള രാസവസ്തുക്കൾ ഈ കടലിൽ കലരുമോ എന്നുള്ള ഒരു ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. നിലവിൽ കേരള തീരത്ത് വലിയ ആശങ്കപ്പെടുന്ന സാഹചര്യമൊന്നും ഇല്ല എന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള അറിയിപ്പുകളൊന്നും കേന്ദ്രത്തിൽ നിന്ന് വന്നിട്ടില്ല എന്നാണ് അറിയിക്കുന്നത്. എന്നിരുന്നാൽ പോലും അത് വലിയ ആശങ്കപ്പെടുന്ന സാഹചര്യം തന്നെ നിലനിൽക്കുന്നു. ഈ എണ്ണ അതുപോലെ തന്നെ മറ്റു തരത്തിലുള്ള രാസവസ്തുക്കളൊക്കെ തന്നെ ഈ കടലിൽ കലരുന്നു. അത് മത്സ്യസമ്പത്തിനെ തന്നെ വലിയ രീതിയിൽ ബാധിക്കും. മാത്രമല്ല ഈ ഷിപ്പുകൾ അതുപോലെ തന്നെ മറ്റ് ബോട്ടുകൾ, വള്ളം അതൊക്കെ തന്നെ വളരെ വേഗത്തിൽ ഈ ഇത്തരത്തിൽ ഈ കടലിൽ ഇങ്ങനെ എണ്ണയും മറ്റുമൊക്കെ കലരുന്ന ഘട്ടമുണ്ടായാൽ തീ പിടിക്കാനുള്ള സാധ്യത ഉൾപ്പെടെ നിലനിൽക്കുന്നു. മാത്രമല്ല ഇനിയിപ്പോൾ കണ്ടെയ്നറുകൾ വിവിധയിടങ്ങളിൽ അടിഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. അതിനകത്തൊക്കെ ഏതൊക്കെ വിധത്തിലുള്ള കെമിക്കൽസ് ആണ് ഉള്ളത് എന്ന് സംബന്ധിച്ചുള്ള ഒരു വ്യക്തത ഇപ്പോഴും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഭക്ഷ്യവസ്തുക്കളാവാം, മറ്റു തരത്തിലുള്ള പ്ലാസ്റ്റിക് വസ്തുക്കളാവാം. അതിൽ കവിഞ്ഞ് ഇപ്പോൾ ഈ പൊട്ടിത്തെറി ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് തീ പിടിക്കുന്ന സാഹചര്യമുണ്ട്. സ്വാഭാവികമായും വലിയ രാസവസ്തുക്കളായിരിക്കും അതിനകത്തുണ്ടാവുക. വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന രാസവസ്തുക്കളായിരിക്കും എന്നതിൽ സംശയമില്ല. അത്തരം രാസവസ്തുക്കൾ ഉൾപ്പെടുന്ന കണ്ടെയ്നറുകൾ കൂടി കരയിലേക്ക് അടുക്കുന്ന ഘട്ടമുണ്ടായാൽ അത് വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. അത് തീരമേഖലയ്ക്ക് മാത്രമല്ല മറ്റിടങ്ങളിലേക്ക് കൂടി അതിൻ്റെ പ്രത്യാഘാതം ഉണ്ടാകും. അത്തരത്തിലുള്ള ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ജില്ലാ ഭരണകൂടങ്ങൾ നൽകുന്ന ഒരു നിർദ്ദേശം ഈ തീരമേഖലയിലുള്ള പോലീസ് സ്റ്റേഷനുകളിലേക്കും അതുപോലെ തന്നെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്കുമൊക്കെ കൃത്യമായിട്ടുള്ള ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആ മേഖലകളിൽ ഏതെങ്കിലും വിധത്തിലുള്ള അത്യാഹിത സംഭവങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ ആവശ്യമായിട്ടുള്ള ഫോഴ്സിനെ ഉപയോഗിക്കാനും ആവശ്യമുള്ള ക്രമീകരണങ്ങൾ നടത്താനുമാണ് ജില്ലാ കളക്ടർ ഉൾപ്പെടെ കോഴിക്കോട് ജില്ലയിൽ ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പ്രത്യേകിച്ചും ബേപ്പൂർ തുറമുഖത്ത് നിന്ന് 78 നോട്ടിക്കൽ മൈൽ അകലെയാണ് ഇത്തരമൊരു അപകടമുണ്ടായത്. ആ ഒരു പശ്ചാത്തലത്തിലാണ് കോഴിക്കോട് ജില്ലയിൽ പ്രത്യേകമായിട്ടുള്ള ജാഗ്രതാ നിർദ്ദേശം നൽകുകയും ആവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങളുമായിട്ട് മുന്നോട്ട് പോകണമെന്ന് തീരമേഖലയിലുള്ള പോലീസ് സ്റ്റേഷനുകളിലേക്കും അതുപോലെ തന്നെ കോസ്റ്റ് ഗാർഡിൻ്റെ ഓഫീസിലും അതുപോലെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്കും അതുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നത്. ക്രിസ്റ്റീന. ശരി, സമീർ സി മുഹമ്മദ് കോഴിക്കോട്ട് നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.